ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പതിവ് പോലെ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കോളനിയിലെ മക്കളാട്ടോ. നന്നായിട്ട് പാട്ട് പാടിയും മക്കൾ, പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് പാടാൻ ഭയങ്കര മടിയാട്ടോ. ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ കേട്ടോ. ചേട്ടായി രാവിലെ മേപ്പാടിക്ക് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും പിള്ളേരും തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് കറികളൊന്നും വെച്ചൊന്നുമില്ല, പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ചെയ്തുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ തുണിയൊക്കെ അലക്കി വിരിച്ചിടുന്നുണ്ട്. ചേട്ടായിക്ക് ഇന്നിപ്പോൾ ചോറ് കൊണ്ടുപോകണ്ടായിരുന്നു. രാവിലത്തെ കാപ്പി കുടിച്ച് ചേട്ടായി പോവുക കേട്ടോ ചെയ്തേ. പിന്നെ ഞാൻ ചോറൊക്കെ ആക്കി മോരുകറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനും വറക്കണം. ചേട്ടായിക്ക് രാവിലെ 6:30 ആകുമ്പോഴേ പോകേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നേ. അതുകൊണ്ട് ഒരു 7:30 ആയപ്പോഴത്തേനും എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. പാത്രമൊക്കെ കഴുകി തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടു. അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ മീൻ നന്നാക്കാനിരുന്നത് കേട്ടോ. ഈ മീൻ നന്നാക്കാൻ എളുപ്പമൊക്കെ ആണെങ്കിലും ഇതിൻ്റെ മുള്ള് കയ്യെ തട്ടിയ ഭയങ്കര കടച്ചിലാണ് കേട്ടോ, ഭയങ്കര വേദനയും. അതുകൊണ്ട് ഞാൻ പതുക്കെ ഇരുന്ന് കേട്ടോ മീൻ നന്നാക്കി എടുക്കുന്നത്. മുള്ള് കയ്യെ തട്ടിയാലേ ഭയങ്കര സുഖമായിരിക്കും. അത്രയും സുഖം വേണ്ടെന്ന് വിചാരിച്ചിട്ട് പതുക്കെ നന്നാക്കി എടുക്കുക. ഇത് പിള്ളേർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ, നിറച്ച് മുള്ളായതുകൊണ്ട്. ഇത് അത്ര ഫ്രഷ് മീനൊന്നുമല്ല, പിന്നെ കുഞ്ഞു കുഞ്ഞു മീനും കേട്ടോ. ഒരുപാട് അമക്കി പിടിച്ചൊന്നും നമുക്ക് വെട്ടാനൊന്നും പറ്റത്തില്ല. ഇതിന് പുതിയാപ്പിളക്കോരാന്നും കിളിമീനെന്നും പിന്നെ വേറെ എന്തൊക്കെയോ പേരുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളിവിടെ സാധാരണയായിട്ട് കിളിമീനെന്നും പുതിയാപ്പിളക്കോരാന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വേളൂരി നന്നാക്കിയപ്പം കത്രി കൊണ്ട് മീൻ നന്നാക്കുന്ന നല്ല എളുപ്പമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കത്രി കൊണ്ട് മീൻ നന്നാക്കുക തന്നെയാണ് ഏറ്റവും എളുപ്പം. പക്ഷേ ഒരുപാട് ചെതുമ്പലുള്ള മീനൊക്കെ ആകുമ്പോൾ കത്രി കൊണ്ട് വൃത്തിയാക്കുമ്പം അങ്ങനെ ചെതുമ്പൽ പോകാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കത്തി ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ കത്തിയും കത്രികയും ഒക്കെ എടുത്തിട്ടാട്ടോ പരിപാടി. എത്ര ശ്രദ്ധിച്ചാലും 1 2 മുള്ള് ഇത് കഴുകുമ്പോഴാണേലും അല്ലെങ്കിലും വെട്ടുമ്പോഴോ ഒക്കെ ആയിട്ട് എൻ്റെ കയ്യെ മിക്കവാറും കുത്തി കയറും കേട്ടോ. ഈ മീൻ കറി വെക്കുമെങ്കിലും ഞങ്ങളിവിടെ കൂടുതലും വറക്കാനോ പീര വെക്കാനോ ഒക്കെ ആട്ടോ എടുക്കുന്നത്. നല്ല ടേസ്റ്റായി മീൻ കഴിക്കാനൊക്കെ. രാവിലെ ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയത്. ഞാൻ ഉപ്പുമാവ് കഴിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മീനൊക്കെ വെട്ടി വറുത്തൊക്കെ കഴിഞ്ഞിട്ട് 10 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് ചോറെടുത്ത് കഴിച്ചു. ചോറും മുട്ട ചിക്കി പൊരിച്ചതും മോരുകറിയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോയാണ്, ശനിയാഴ്ചത്തെ. ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഒരുപാട് തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറല്ല, കുറച്ച് തേങ്ങ വറുത്തരച്ചാൽ മതി കേട്ടോ. ആദ്യം ഉലുവായും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചു. വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പം ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുത്തു. ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഞങ്ങൾക്കിവിടെ ഒരുപാട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചുവയ്ക്കുന്ന രീതി ചേർക്കത്തില്ല. ഒരു 5-6 മണി ജീരകം മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ് ഇങ്ങനെ വറുത്ത് ജീരകം എണ്ണയിൽ മൂത്തിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് വറുത്തെടുക്കുമ്പം തേങ്ങയും കറിവേപ്പിലയും ഒക്കെ ചേർത്തു. പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ എടുത്തേക്കുന്ന സ്പൂണില്ലേ, ഇതിന് 2 സ്പൂൺ തേങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വറുത്തരച്ച് ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ച് വറുത്തരച്ച് കറി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളൊന്ന് മൂത്ത് കഴിയുമ്പം നമുക്ക് തേങ്ങയൊക്കെ അരച്ചെടുക്കാം. ഞാൻ പരിപ്പ് ആദ്യമേ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് മഞ്ഞളും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് പരിപ്പ് നന്നായിട്ട് വേവിച്ച് ഉടച്ചു. അത് കഴിഞ്ഞിട്ടാണ് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ അരപ്പും കൂടെ ചേർത്തിട്ട് കഷ്ണമൊക്കെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. തക്കാളിക്ക് നല്ല പുളിയുള്ളതായതുകൊണ്ട് ഞാൻ വാളംപുളി ചേർത്തിട്ടില്ല കേട്ടോ.
ലാസ്റ്റ് കറിയിലേക്ക് സാധാരണ കടുക് വറക്കുന്ന പോലെ കടുകും കറിവേപ്പിലയും ചെറിയുള്ളി എല്ലാം കൂടെ മൂപ്പിച്ച് ചേർത്തു. കുറച്ച് കായപ്പൊടിയും സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്തേ. മല്ലിയില ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇന്നിപ്പോൾ ഒരു കല്യാണത്തിന് പോകാനുണ്ട് കേട്ടോ. ചേട്ടായി രാവിലെ ജോലിക്ക് പോയി. പിന്നെ ഞാൻ അടിച്ചു വാരുകയും തറ തുടയ്ക്കുകയും തുണി അലക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പണികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുക കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഞാനും പിള്ളേരും കൂടിയാണ് പോകുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് കേട്ടോ കല്യാണം. പക്ഷേ ഇവിടെ വീട്ടിൽ വെച്ചല്ല കല്യാണം, ഓഡിറ്റോറിയത്തിലാണ്. ബത്തേരിക്ക് പോകണം. അക്കു കോഴിക്കുള്ള പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വേഗം അടിച്ചു വാരുകയും തറ തുടയ്ക്കുകയൊക്കെ ചെയ്തു. കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം, പോകാൻ ഒരുങ്ങണം, അത്രയൊക്കെ കേട്ടോ. ബാക്കി പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മുടെ ഈ ചുറ്റുവട്ടത്തുനിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് കല്യാണത്തിന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാട്ടോ പോകുന്നത്. ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്തുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഒരു ബസ്സിന് കൊള്ളാനുള്ള ആൾക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. വീഡിയോയിൽ വരാൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി കേട്ടോ. നല്ല തലവേദനയുണ്ടായിരുന്നേ. അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റിയില്ല. കുഞ്ഞിപ്പെണ്ണ് കല്യാണത്തിനൊക്കെ പോയെങ്കിൽ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന പാടെ അവൾ ഇഡ്ഡലിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. രാവിലത്തെ ഇഡ്ഡലി ഇരിപ്പുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ചേട്ടായിക്ക് ചോറ് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ ചേട്ടായിക്ക് ഞാൻ സാമ്പാറും കിളിമീൻ വറുത്തതും ഒക്കെയാണ് കൊടുത്തു വിട്ടത്. രാവിലെ ഇഡ്ഡലി കൊടുത്തപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടായിരുന്നേ. ഇപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് കഴിക്കും. അപ്പോൾ ഞാനും അക്കും കൂടെ ചിരിക്കുന്നുണ്ട്. ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ കേട്ടോ. രാവിലെ ഞാൻ ഫ്രണ്ടിലെ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ പൂവൻ ഇവിടെ അനങ്ങാതെ നിൽക്കുക കേട്ടോ. നമ്മളെ ആരെങ്കിലും പരിചയമുള്ളവരൊക്കെ കാണുമ്പോൾ അവൻ ഇങ്ങനെ കേട്ടോ കൂട്ടിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും സൗണ്ട് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. ഭയങ്കര ബഹളമായിരിക്കുമേ. മണിയാ ഒന്ന് കൂകിക്ക്, ഒന്ന് കൂകിക്ക്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയേച്ച് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വന്ന് ഇവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇതിലും വലിയ ബഹളമാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. പിന്നെ ചേട്ടാ ഇതാ കോഴിക്കൊക്കെ തീറ്റയും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചേട്ടായിക്ക് ജോലിക്ക് പോകണം. ഞാനും പിള്ളേരും കൂടിയാണ് പള്ളിയിൽ പോകുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 7:45 ആകുമ്പോൾ ഇറങ്ങണം കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ അടുക്കളയിൽ കറിയൊക്കെ വെക്കുന്ന തിരക്കിലാണ്. പിള്ളേർ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല, അവരെ എഴുന്നേൽപ്പിക്കണം ഇനി. ഇന്നിപ്പോൾ ഞാൻ കപ്പളങ്ങ കൊണ്ട് ഒരു പുളിങ്കറി വെക്കാൻ വേണ്ടി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കപ്പളങ്ങയും തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു. കടുക് പൊട്ടിയതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വഴുതനങ്ങ കൊണ്ട് ഇതുപോലെ തന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വഴുതനങ്ങയും വെണ്ടയ്ക്ക, കുമ്പളങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കറി വെക്കാൻ നല്ലതാണ് കേട്ടോ. സവാള വഴന്നതിലേക്ക് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് കുറച്ച് ചേർത്താൽ മതി. പിന്നെ തക്കാളി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ കറിവേപ്പില ആദ്യം ചേർക്കാൻ മറന്നു പോയായിരുന്നേ, അതിപ്പോൾ ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ കപ്പളങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ചേർക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം. കഷ്ണം വേകാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ പള്ളിയിലൊക്കെ പോകാനുള്ളതായതുകൊണ്ട് ഞാൻ ഈ സമയം കുറവായതുകൊണ്ടേ ഞാനിത് കുക്കറിലേക്ക് മാറ്റി കേട്ടോ. ചീനച്ചട്ടിയിലെല്ലാം വഴറ്റിയെങ്കിലും സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ചീനച്ചട്ടി തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. പിന്നെ കിളിമീനും വറുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ തേങ്ങയും ജീരകവും എല്ലാം അരച്ചത് കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം നമ്മുടെ കല്യാണ വീട്ടിൽ പന്തലൊക്കെ അഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. മഴ പെയ്യും, കുട എടുത്തോ, ഇടി കൊടുക്കുന്നുണ്ട്.